എവിടെയാളോ ആ പെങ്കുച്ചി? കുറച്ചുകൂടെ അങ്ങോട്ട് പോണം സാർ. കുറെ നേരമായാലും അങ്ങനെ നടക്കുന്നു, കാല് വേദനിക്കുന്നു. ഇനി കുറച്ചുകൂടെ ഉള്ളു സാർ. ഓ ഇവര് കുറെ നേരമായല്ലോ നടക്കുന്നു. ആ ബൈക്ക് എടുത്ത് വന്നാ മതിയെന്ന്. ഇനിയും പോണോ? ഇനി ഇത് മീര അല്ലെങ്കിലോ? ഞാൻ അവിടെ വരെ പോയത് വെറുതെ ആയില്ലേ? എന്തെങ്കിലുമൊക്കെ ആവട്ടെ, എത്രയും നടന്നാലേ. എന്തായാലും പോയോക്കാം. ആണ് സാർ ഞാൻ പറഞ്ഞ കുട്ടി. താനാ ഡോർ അടച്ചില്ലടോ? ആ സാർ അടച്ചു. ഇവളെ വിറ്റിട്ട് വേണം ഇനി നമുക്ക് കാശാക്കാൻ. ഞാൻ എന്തായാലും ആ ടീമിനെ ഒന്ന് വിളിച്ചു നോക്കട്ടെ. ഇവിടെ തന്നെ നിൽക്ക്. ഓക്കെ സാർ. ഹലോ. ആ ആ ആ ഞാൻ തന്നെ. എടോ ഇയാൾ ഇവിടെ തന്നെ നിൽക്ക്. ശരി സാർ. ആ ഇവിടെ റേഞ്ച് ഇല്ല, ഞാൻ ഒന്ന് പുറത്തേക്ക് നിൽക്കട്ടെ. ഓ പോയാ ബോസ്, ഇനി കുറച്ചേരം ഇരിക്കട്ടെ. എന്തായി ബോസ്? അവര് നാളെ രാവിലെ എത്തുള്ളൂ. അപ്പൊ അതുവരെ ഇവിടെ നമ്മളെ കൂടെ ഉണ്ടാവും. സാർ ഇവിടെ നിൽക്കുന്നത് സേഫ് അല്ലല്ലോ, നമുക്ക് ഇവിടുന്ന് സ്ഥലം മാറിക്കൂടെ? ഇവിടെ പൊട്ടത്തിനും പറയാതെ പൊട്ട. ഇവിടുത്തെ ലൊക്കേഷനല്ലേ ഞാൻ അയാൾക്ക് കൊടുത്തത്. അപ്പൊ അയാൾ ഇങ്ങോട്ടല്ലേ വരിക. അപ്പൊ നമ്മൾ സ്ഥലം മാറി കഴിഞ്ഞാൽ ശരിയാവില്ല. ഓ സോറി സാർ. ഓ അവന്റെ ഒരു ചിരി. ആ എന്തായാലും ഇന്ന് രാത്രി നമുക്ക് ഇവിടെ തന്നെ കിടന്ന് ഉറങ്ങാം. ഓക്കെ ബോസ്. ഓ നടന്ന് നടന്ന് കാല് കഴിക്കുന്നു. കുറച്ചേരം ഇരിക്കട്ടെ. എനിക്കാണെങ്കിൽ ഈ വായ കെട്ടിയത് ഊരാനും പറ്റൂല. ഇങ്ങനെ ഇപ്പൊ വിളിക്കുക. ആ ഒരു ഐഡിയ ഉണ്ട്. ഇവിടെ എവിടെയെങ്കിലും എന്താ എറിഞ്ഞു പൊട്ടിക്കണ്ടോ? എറിഞ്ഞു പൊട്ടിച്ചിട്ടും കാര്യമില്ലല്ലോ, ഇവർക്ക് എണീക്കൂലേ? വെറുതെ സൗണ്ട് ഉണ്ടാക്കി നോക്കാം. ആരോ സൗണ്ട് കേൾക്കണ്ടല്ലോ. കേട്ടിട്ട് മീരേന്റെ അതേ സൗണ്ട്. ഇനി ഒരു തട്ടിക്കൊണ്ടുപോയത് മീരേനല്ലോ ആണോ? ഈ ഡോറിന്റെ ഉള്ളിൽ നിന്നാണല്ലോ സൗണ്ട് കേൾക്കുന്നേ. ഓ ചേട്ടാ, ഡോറ് തുറക്കാനും പറ്റുന്നില്ല. ഉഫ്, ഇതാ അകത്തുനിന്ന് ലോക്കാ തോന്നുന്നുണ്ട്. ചവിട്ടി പൊളിച്ചാലോ? വേറെ വഴിയൊന്നുമില്ല, ചവിട്ടി പൊളിക്കാം. അയ്യോ, ഒരു പഴഞ്ചൻ ഡോറ്. എത്ര ചവിട്ടിയിട്ടും പൊളിയുന്നില്ലല്ലോ. അല്ല, ആഞ്ഞൊരു ചവിട്ട് എടുക്കട്ടെ, ആര് കേട്ടാലും വേണ്ടില്ല. ഓ അങ്ങനെ തുറന്ന് ചേട്ടാ ഡോറ്. മീരേ, ഓ അപ്പൊ ഇവര് തന്നെയല്ലേ നിന്നെ തട്ടിക്കൊണ്ട് വന്ന്? നീ പറയുന്നൊന്നും എനിക്ക് മനസ്സിലാവില്ല. ഒരു മിനിറ്റ്, നീ ഓക്കെ അല്ലേ? നിക്ക്, ഞാനൊന്ന് അപ്പുറത്ത് എത്തട്ടെ. കിടക്കണം, കിടപ്പ് കണ്ടില്ലേ? ഒറ്റ ചവിട്ടിട്ട് കൊടുക്കാനാ ഒന്നേ. ഞാനിപ്പോ എങ്ങനെ അങ്ങോട്ട് പോവും? അതൊക്കെ അയച്ചാ അത് അഴിയൂല. ഉണ്ടാണ്ടിരിക്കി. ഒന്ന് പതുക്കെ പറ, അമ്മമാര് കേക്കും. കണ്ടിട്ട് രണ്ടെണ്ണം കൊടുക്കാനാ തോന്നുന്നു. എന്തായാലും വന്നാലേ രണ്ടെണ്ണം കൊടുത്തിട്ട് പോവാ. എന്നാലും എന്റെ ഒരു സമാധാനത്തിന് ഞാനൊരു അടി കൊടുക്കട്ടെ. നീ കൈ വിട്. വാ എന്നാ വീട്ടിലേക്ക് പോവാ. ബാ പതുക്കെ, അയാളെ ചവിട്ടണ്ട. അല്ല, ബൈക്ക് അപ്പുറത്താ. അതെ, നടന്നാ വന്നേ. നിനക്ക് വിശക്കുണ്ടോ? അല്ല, നിന്നെ കണ്ടപ്പോ വിശക്കുന്ന പോലെ തോന്നി. പിന്നെ സ്കൂള് വിട്ട ശേഷം വന്നതല്ലേ, വിശക്കാണ്ടിരിക്കൂലല്ലോ. എന്നാ വാ, നമുക്കൊരു ഹോട്ടലിൽ കയറി ഫുഡ് കഴിക്കാം. എന്നാ വാ, കഴിക്കി. അമ്മ നിന്നെ തട്ടിക്കൊണ്ടുപോയതാണെന്ന് അറിഞ്ഞില്ല. നിന്നെ കാണാണ്ടായപ്പോ മുതൽ ആന്റിക്ക് വയ്യ. ആന്റി ഹോസ്പിറ്റലൊക്കെ ഇന്ന്. ഓ നീ ടെൻഷൻ ആവല്ലേ, ആന്റിക്ക് കുഴപ്പമൊന്നുമില്ല, ഇപ്പൊ വീട്ടിലാ. പിന്നെ നിന്നെ തിരിച്ചിട്ട കാര്യമൊന്നും ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല. ഒരു സർപ്രൈസ് ആയിക്കോട്ടെ വിചാരിച്ച്. അല്ല മീരാന്ന് ശരിക്കും എന്താ സംഭവിച്ചേ? അന്ന് ഞാൻ സ്കൂൾ വിട്ട് റോട്ടിൽ നിൽക്കുമ്പോ ഒരാൾ എന്നെ വന്നിട്ട് കൂട്ടിക്കൊണ്ടായതാ. നീ അയാളെ വിളിച്ചപ്പോ തന്നെ ഇറങ്ങി പോവാൻ നിന്നല്ലേ? ഓ എന്റെ ചേട്ടാ, ഞാൻ ഇറങ്ങി പോവാൻ നിന്നതല്ല. അയാൾ എന്റെ കൈ പിടിച്ച് വലിച്ചിട്ട് അയാളെ വണ്ടി കൊണ്ടുപോയിട്ട് എനിക്ക് ബോധം ഉണ്ടായിരുന്നില്ല. സാർ ഇനി എന്തെങ്കിലും എടുക്കണോ? വേണ്ട, അത് മതി. ബില്ലടിച്ചോളൂ. ഓക്കെ സാർ. ഞാൻ നിന്റെ കോളേജിൽ വന്നപ്പോ നിന്റെ ഒരു ഫ്രണ്ടിനെ കണ്ടല്ലോ. ആരാ? അഞ്ജലിയാ? അഞ്ജലി ഒന്നുമല്ല, പെൺകുട്ടിയല്ല, ഒരു ആൺകുട്ടിയാ. അവൻ എന്റെ പേരൊക്കെ അറിയാലോ. നീ ക്ലാസ്സിൽ എന്നെ പറ്റി പറയലുണ്ടോ? ചിലപ്പോ എന്റെ ഫ്രണ്ട്സിന്റെ ഗ്രൂപ്പിലുള്ള ആരെങ്കിലോ. ഞാൻ ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞിരുന്നു. അവരെന്നോട് ചോദിച്ച് ആരാ രാവിലെ വന്നേന്ന്. അപ്പൊ ഞാൻ പറഞ്ഞതാ. ഓ അപ്പൊ ഞാൻ നിന്റെ കോളേജിൽ ഫേമസ് ആയല്ലേ? കോളേജിലൊന്നും ഫേമസ് അല്ല, എന്റെ ഫ്രണ്ട്സിന്റെ ഗ്രൂപ്പിന്റെ ഇടയിൽ മാത്രമേ ഫേമസ് ഉള്ളൂ. ഇതാ സാർ ബില്ല്. ഓക്കെ, ഞാൻ പേ ചെയ്തോളാം. ഓക്കെ സാർ, എന്നാ പോയാലോ? പോവാ.